നമസ്കാരം. ട്രിപ്പ് മാഗസിനിലേക്ക് സ്വാഗതം. 1,50,000 സബ്സ്ക്രൈബേഴ്സ് നേടിയെടുത്ത് യൂട്യൂബ് ചാനലിൻ്റെ സിൽവർ ബട്ടൺ കരസ്ഥമാക്കി നല്ല രീതിയിൽ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷഹന അഥവാ റീനാസ് കലവറ എന്ന ചാനലിൻ്റെ ഉടമയുമായിട്ടുള്ള ഒരു ചെറിയ അഭിമുഖമാണ് ഇന്ന് ട്രിപ്പ് മാഗസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നാം പരിചയപ്പെടുത്തുന്നത്. കേവലം ഒരു ബികോം ഹോൾഡറാണ്. അവർ ഈ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം അവർക്ക് കുടുംബങ്ങളിൽ ലഭിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണകൾ എല്ലാം ഇന്ന് നമ്മോട് പങ്കുവെക്കും. എനിക്ക് തോന്നുന്നത് 1 വർഷത്തോളമായിട്ടുള്ള ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബേക്കിങ്ങിലേക്ക് മാത്രം വരാൻ കാരണം ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു ചൈനീസ് സ്പെഷ്യലൈസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു പാഷൻ കാരണമാണ് ഞാൻ ഈ ഒരു കോൾഡ് ഐസിങ്ങിലേക്ക് ഞാൻ മാറിയിട്ടുള്ളത്. ഒരു പാഷൻ കാരണം വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ വരുന്ന ടൈമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കേക്ക്സ് ഒന്നും ആദ്യം ബേക്കറിയിൽ മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് നമ്മളെങ്ങനെ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള അതിൽ സ്വന്തമായിട്ട് റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. പക്ഷെ അത് പുറത്തേക്ക് സെയിൽ ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് എന്നിൽ മാത്രം ഒതുക്കി ഞാൻ വെച്ചു. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രേരണ വരാൻ കാരണം വേറെ ആരെങ്കിലും ട്രെയിനിങ് ഇല്ല, ട്രെയിനിങ് ഒന്നുമില്ല. കാരണം വെച്ചാൽ കുക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പാഷനായിരുന്നു. പക്ഷെ അത് ഞാൻ പുറത്തേക്ക് ആരെയും അറിയിച്ചില്ലായിരുന്നു. പക്ഷെ ഹസ്ബൻഡിനെ നല്ലോണം അറിയാൻ ഞാൻ നന്നായിട്ട് അത്യാവശ്യം കുക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഷെഫ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഹസ്ബൻഡാണ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കോഴ്സ് ഇതാക്കിയത്. അത് ഹോട്ട് ഷെഫ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് പിന്നെ ഹോട്ട് ഷെഫ് ചെയ്തിട്ടുണ്ടെങ്കിലും അതും സ്ത്രീകളാണ്, വീട്ടിൽ തന്നെ ഇരിക്കും, നീ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ള പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്തിനാണ്? കാരണം അത് ആ ഒരു മേഖല എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് മേഖല എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമായിട്ട് ഉള്ളതാണ്. അത് നിങ്ങൾ പോയിട്ട് കാര്യമല്ല, വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ തന്നെ വെച്ചിതാക്കണം. ഞങ്ങളൊക്കെ വെക്കാൻ ആണെങ്കിൽ പുറത്ത് പോയിട്ട് ഫീസ് കൊടുത്തിട്ടല്ലല്ലോ പഠിക്കുന്നതെന്നുള്ള പല കുറ്റപ്പെടുത്തലും പുറത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു, കാരണം ആ ഒരു ഇഷ്ടം കൊണ്ട്. പിന്നെ എനിക്ക് തോന്നി ഈ ഒരു ഹോട്ട് ഷെഫിലേക്ക് മാത്രമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ജോലി കാര്യങ്ങളൊക്കെ ഇതേപോലെ പുറത്തുള്ള ആൾക്കാർ പറയുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫാമിലി അതേപോലെ ഈ ജോലി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കൂടാതെ വേറൊരാളെ കീഴിൽ പോയിട്ട് ജോലി എടുക്കുക എന്ന് പറയുന്നത് പണ്ടേ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. കാരണം അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഫാമിലി ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഓരോ ഇഷ്യൂ ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ കുറെ കാലം മിണ്ടാതിരുന്നു. അപ്പൊ അത് പിന്നീടാണ് ഇതിലേക്ക് അന്നൊന്നും യൂട്യൂബ് ചാനലോ അങ്ങനത്തെ ഒരു മേഖല യൂട്യൂബിൽ ഇങ്ങനെ കേക്ക്സിന്റെ ട്രെയിനിങ് കൊടുക്കുക അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ കേക്ക് എന്താന്ന് പോലും ആൾക്കാർക്ക് അറിയുന്നതിന് മുന്നേ തന്നെ അതിൽ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചു. അതിന് എന്നിൽ മാത്രം ഒതുക്കി വെച്ചു. പിന്നെ എനിക്ക് തോന്നി ഇനി നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇത് മറ്റുള്ളവരെ കൊണ്ട് അറിയിക്കുക, അതായത് അവരെ കൊണ്ട് പഠിപ്പിക്കുക, വീട്ടിലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കിയത്. കേവലം 1 വർഷം കൊണ്ടാണ് ഇത്രയും നല്ല സബ്സ്ക്രൈബേഴ്സ് നേടിയെടുത്തത്. തുടക്കം മുതലുള്ള ഹിസ്റ്ററികളൊക്കെ ഒന്നും നോക്കാം. തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ യൂട്യൂബ് എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്നും അതിൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടുന്ന ഒരു ധാരണയില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾ ഇതേപോലെ വീട്ടമ്മമാർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം, വീട്ടിലുള്ള ഫാമിലിനെ ഏതൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ഒരു കാരണം എന്നുള്ള ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ 1 ഡേ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. വളരെ കുറഞ്ഞ ഫീസിലായിരുന്നു ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 1 ഡേ വർക്ക്ഷോപ്പ് അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇതായതുകൊണ്ട് ഒരു 1000 rupees അല്ലെങ്കിൽ 500 rupees ആദ്യത്തെ എൻ്റെ ട്രെയിനിങ് നടന്ന 500 rupees ഫീസ് വാങ്ങിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 1 ഡേ വർക്ക്ഷോപ്പ് ചെയ്തു. അവരെ വീട്ടമ്മമാർക്ക് പല ആൾക്കാർക്ക് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ പെട്ടെന്ന്, ചില ആൾക്കാർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യും, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പെട്ടെന്ന് പിക്ക് ചെയ്യും. പിന്നെ ഈ നമ്മുടെ ഈ പ്രൊഫഷണൽ രീതിയിലല്ലായിരുന്നു എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ട്രെയിനിങ് കിട്ടിയത്
പൊട്ടിയത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലായിരുന്നു ക്ലാസ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിക്ക് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അവരുടെ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുന്ന രീതിയിൽ, അതായത് അടുക്കളയിൽ അവർ ദിവസം പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ കേക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ഈ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള കാരണം. അപ്പൊ ആദ്യ കാലങ്ങളിൽ കുറഞ്ഞ രൂപത്തിലുള്ള വീഡിയോകൾ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തത്. ശേഷം ഒരു ട്രെയിനിങ് ഒക്കെ ലഭിച്ചപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് വന്നു. അതിനുശേഷം ആഴ്ചകളിൽ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്യും? ആഴ്ചയിൽ വീഡിയോ എന്നുള്ളതല്ല, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ചില എനിക്ക് എപ്പോഴൊക്കെയാണ് വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. അത് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആൾക്കാർ ഇത്രത്തോളം സപ്പോർട്ട് തരുന്നുണ്ട്, എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അത് വല്ലപ്പോഴായിരുന്നു ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നല്ല ആൾക്കാർ എന്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയ ശേഷം ഇപ്പൊ ആഴ്ചയിൽ 3 വീഡിയോസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരുപാട് ആരാധകരുണ്ടാവും. നല്ല നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവ് തിരുത്താനല്ല, നമ്മളെ ഏതൊക്കെ തരത്തില് താഴേക്കിട വെച്ചിടണം എന്നുള്ള ആ രീതിയിലുള്ള ഇതാണ്. പക്ഷെ അത് ഞാൻ കാരണം വെച്ചാൽ 100-ൽ ഒരു 2% മാത്രമേ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്നുള്ളൂ. അത് ഞാൻ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് ഞാനത് പോസിറ്റീവ് ആക്കി മാറ്റാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമന്റ്സ് ഫുൾ പോസിറ്റീവ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് വീട്ടമ്മമാരിപ്പോ ഒരുപാട് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷമാണ്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ സമയത്ത് ആർക്കും ജോലി കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ കൂടിയിട്ട് കേക്ക്സ് വാങ്ങാത്ത, ഇപ്പൊ കേക്ക്സ് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ മരണം നടക്കുകയാണെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കേക്ക് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ എന്തുണ്ടെങ്കിലും അവർ കേക്ക്, പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നമ്മളെ ബർത്ത്ഡേക്കൊക്കെ കേക്ക് വാങ്ങി തരുമ്പോൾ എന്താ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, ഇപ്പൊ എന്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കേക്ക് മസ്റ്റാണ്, നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സീസണിലാണ് കൂടുതലായിട്ടും വീട്ടമ്മമാരെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. ഇപ്പൊ ഒരു 4000-ൽ പരം ആൾക്കാരെ ഞാനിപ്പോ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഫീസാണ് അവരുടെ നിന്ന് വാങ്ങിയത്. കാരണം ഈ ഫീസ് വാങ്ങാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ യൂട്യൂബിലായാലും എല്ലാ സ്ഥലത്തും നിന്ന് അവർക്ക് പല വീഡിയോസും ട്രെയിനിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെ ഇങ്ങനെ പോവാന്നല്ലാതെ അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു സീരിയസ്നെസ് ഇല്ല. എനിക്ക് പഠിക്കണം, അതായത് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, എനിക്ക് ഇതിന് വേണ്ടി വരുമാനം കണ്ടെത്തണം എന്നുള്ള ആ തോന്നൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീസ് ഈടാക്കിയത്. അത് 300 രൂപ. അതായത് അവർക്ക് ആ ലൈഫ് ടൈം പറഞ്ഞോണം ആ ഒരു ക്ലാസ് അവർക്ക് എപ്പോഴും കണ്ടുപിടിക്കാം. ഇത്ര ഒരു ടൈം ഡ്യൂറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ വളരെ കുറഞ്ഞ ഫീസ് 300-350 രൂപ വെച്ചിട്ടാണ് ഞാനിപ്പോ ഓൺലൈനിലായിട്ട് ക്ലാസ് കൊടുക്കുന്നത്. സൂമിലല്ല, ടെലിഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. 300 രൂപയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ടോപ്പിക്കാണ്. ഓരോ ടോപ്പിക് ബേസ് ചെയ്ത്, അതായത് ബേസിക് മുതൽ അഡ്വാൻസ് ലെവല്, എഗ്ലെസ്, അങ്ങനെ ഓരോ ലെവലായിട്ടാണ് കൊടുക്കുന്നത്. അതായത് വലിച്ചു വാരിയിട്ടൊന്നും ആർക്കും ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നില്ല. ഒത്തിരി ബുക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഒരു ട്രെയിനർക്ക്, അല്ല ഒരു ഹോം ബേക്കർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള പാക്കേജ് ആയിട്ട്, അത് ഓരോ കാറ്റഗറി ആയിട്ട് പാക്കേജ് തരംതിരിച്ചിട്ടുണ്ട്. യൂട്യൂബിന് പുറമെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻസ്റ്റാഗ്രാം ആസ് യൂഷ്വൽ എല്ലാവരും പോലെ യൂഷ്വലായിട്ട് ഫോട്ടോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കൂടുതലായിട്ട് ഉപയോഗിക്കില്ല. ഫേസ്ബുക്കിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഫോളോവേഴ്സ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1.5K സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പക്ഷെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. യൂട്യൂബ് തന്നെയാണ് ഒരുപാട് പേരായിട്ട് നല്ല റിലേഷൻഷിപ്പ്. ഈ 1 lakh വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇതേപോലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു.
അപ്പം പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ട് സീനിയർ ഷെഫ് ചെയ്യുന്നു. UAE വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അവിടുത്തെ എയർപോർട്ടിൽ വർക്ക് ചെയ്തത്. അപ്പം പുള്ളിക്കാരനാണ് എനിക്ക് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്രത്തോളം ടാലന്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തൂടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി. അത് കഴിഞ്ഞ പിന്നെയാണ് ഹസ്ബൻഡ് എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾക്ക് നോക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ 2-3 പേരായി പറയുന്നു, അപ്പൊ നോക്കാം. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായും ലാലു എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര്, ഷെഫിന്റെ പേര്. പുള്ളിയാണ് ആദ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എന്റെ ഹസ്ബൻഡ് ആണ് പറഞ്ഞത്. യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഓൺലൈൻ ക്ലാസ്സും തുടങ്ങി. ഓർഡർ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓർഡർ എടുക്കുന്നുണ്ട്. ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഓർഡറും ഞാൻ അടുത്തുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റാതെ ചെറിയ ഓർഡർ, അതായത് എന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് എന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ. അപ്പൊ എനിക്ക് പറ്റാത്തത് ഞാൻ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഇന്ന ഓർഡർ ഉണ്ട്, അത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് മനസ്സിലാക്കണം. എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമാണ് സ്പോൺസർഷിപ്പ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് സ്പോൺസർഷിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, ചിലത് ഞാൻ എടുത്തിട്ടുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പം നമുക്ക് പേയ്മെന്റ് തരുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് ഇത്ര തരാം അത്ര തരാം എന്ന് പറഞ്ഞിട്ട് തരുന്ന എല്ലാ ഇതുള്ളത് ഞാൻ ഇനി ഒരു കമ്പനീൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് ആയിക്കോട്ടെ, ഞാനത് പോയിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ ഞാൻ അത് തരുള്ളൂ. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ ഒരു മേഖലയിൽ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം അവരെ ഒരു തരത്തിലും വഞ്ചിക്കാൻ പാടില്ല. അപ്പം ഞാൻ ഉപയോഗിച്ച് ഇപ്പോഴും കാണാം ഇവിടെ കിച്ചണിൽ ഇനിയുണ്ട് ഒരുപാട് ഐറ്റംസ് ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. എനിക്ക് കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനത്തെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ അതിന് ഇറങ്ങി പുറപ്പെടുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ 2 days ഇപ്പൊ ഇന്ന് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ല. കാരണം കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് കുറച്ച് ഡിലേ വന്നു. അപ്പോഴേക്കും ഇപ്പൊ കമന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ എന്താ ചെയ്യാത്തതാണ്, വെയിറ്റിംഗിലാണ്. കാരണം തിങ്കൾ ബുധൻ വെള്ളി എന്നുള്ള ദിവസമാണ് പറഞ്ഞത്. അതായത് തിങ്കൾ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് തിരക്ക് വരുന്ന സമയത്ത് അത് കമന്റ് ടാബിൽ അറിയിക്കും, ഞാൻ ഇതിൽ തിരക്കാണ്, നോക്കണം കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്നും സ്പോൺസർഷിപ്പ് ഏതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്ലേവർമാർട്ടിന്റെ സ്പോൺസർഷിപ്പ് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നതിന് മുന്നേ ആയിരുന്നു അവർ തന്നുകൊണ്ടായിരുന്നു. പക്ഷെ അവരുടെ സ്പോൺസർഷിപ്പ് ഞാൻ ആക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ അവര് ഒരു കസ്റ്റമറെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് ഒന്നും പറയാനില്ല. വേറൊരു ഷോപ്പിലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും നല്ല രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തത്. കാരണം വെച്ചാൽ അവര് എന്നെ ഇപ്പൊ കേരളത്തിലെ ലോക്ക്ഡൌൺ സീസണിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മെറ്റീരിയൽ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ ഒരു വാക്ക് അവര് അംഗീകരിച്ചിട്ട് അവര് എല്ലാ ആൾക്കാർക്കും മാക്സിമം സാധനങ്ങൾ കൊറിയറായിട്ട് അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വിവോ കമ്പനി സ്പോൺസർഷിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. കാരണം വെച്ചാൽ ഒരുപാട് അത് ക്രീമാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമാണ്. അപ്പൊ ആ ഒരു സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. അവരായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്തതിൽ ആദ്യം വേറെ 2-3 കമ്പനിയായിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാത്ത സമയത്ത് ഓരോന്ന് പ്രൊഡക്റ്റ് ഇങ്ങനെ കമ്പനി മാറി ഉപയോഗിച്ചു. അങ്ങനെ മാറി ഉപയോഗിച്ചതിലാണ് വിവോ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പൊ ഞാൻ കൂടുതലായിട്ടും വിവോ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അവർ സ്പോൺസർഷിപ്പ് എന്ന് പറയില്ല, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം അവരായിട്ട് കമ്മിറ്റ് ചെയ്തു. ഈ യൂട്യൂബിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഈ ലോക്ക്ഡൌൺ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം വെച്ചാൽ അവരുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് പേയ്മെന്റ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടോ അങ്ങനെ ഈ റവന്യൂ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക്. കാരണം വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ എന്താണ്, നമ്മളെ കൊണ്ട് എന്തൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഈ മോണിറ്റൈസേഷന്റെ കാര്യമോ പേയ്മെന്റ് കാര്യമോ എനിക്ക് ആദ്യം തുടക്കത്തിലൊന്നും അറിയില്ലായിരുന്നു. മോണിറ്റൈസേഷൻ എനേബിൾ ആയി
മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിയുന്നത് 4000 hours എനിക്ക് ഏൺ ചെയ്തിട്ടുണ്ട് എന്നല്ല. കാരണം അതുപോലും ഞാൻ നോക്കാറില്ല, വെറും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ റവന്യൂ ഉദ്ദേശിച്ചിട്ട് ഒരു കാരണവശാലും ഈ പ്ലാറ്റ്ഫോമിൽ വരരുത്. നിങ്ങൾക്ക് പാഷൻ ആണ്, നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ കൂടുതലായിട്ടും എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. വ്ളോഗിങ് ചെയ്യണോ, കുക്കിംഗ് ചെയ്യണോ, ചിലപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു സ്പൂണ് പോലും കഴുകാത്ത ആളായിരിക്കും ഇപ്പോൾ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച ഒരു എമൗണ്ട് കിട്ടും എന്നുള്ള ധാരണയിൽ ഒരു കാരണവശാലും ഇത് വരരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതെ, ഫോക്കസ് ചെയ്യാം. കുടുംബവിശേഷങ്ങൾ എന്താണ് പഠിച്ചത്? പേര് നേരത്തെ പറഞ്ഞു സഹാന. പേര് സഹാന എന്നാണ്. സഹന എസ് രാജൻ എന്നാണ്. രാജൻ എന്ന് പറയുന്ന അച്ഛന്റെ പേരാണ്. അപ്പം പപ്പ മരിച്ചിട്ട് ഇപ്പം 1 year ആയി. പപ്പ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഈ ഒരു മേഖലയ്ക്ക് വരുന്ന സമയത്ത് തന്നെ പപ്പയ്ക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചാനലിലേക്ക് എന്നെ പപ്പേനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണിക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു വലിയൊരു സങ്കടമായിരുന്നു. അറിയിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ഒരുപാട് കൺഫ്യൂഷനാണ് പേരിന്റെ കാര്യത്തിൽ. ഇതുവരെയായിട്ടും എന്റെ ചാനൽ പോലും വെളിപ്പെടുത്താത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറയുന്നത്. ഞാൻ ആക്ച്വലി ഹിന്ദു ആണ്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, എന്റെ പേരിന്റെ ഇതിൽ മുസ്ലിം ആണോ ഹിന്ദു ആണോ, ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചാണോ എന്നുള്ള പല ധാരണകളുണ്ട്. അപ്പം ആ ധാരണകളൊക്കെ ഞാൻ ഇപ്പൊ തിരുത്താണ്. എന്റെ പേര് സഹന എന്നാണ്. അതെന്തോ അറിയില്ല, അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അപ്പം ഹിന്ദു ആണ്. പിന്നെ റീന എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള നാരായണ റീന, എന്താണ് റീന എന്ന് പറഞ്ഞാൽ എന്റെ പെറ്റ് നെയിമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും സഹന എന്നുള്ള പേരിൽ അറിയില്ല. ഫാമിലി ആയിക്കോട്ടെ, പുറത്തുള്ള നാട്ടുകാരായിക്കോട്ടെ, ആർക്കും സഹന എന്നുള്ള പേരല്ല. ചെറുതായ മുതലേ റീന എന്നുള്ള പേരിലാണ് എല്ലാവരും വിളിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അത് എന്റെ ചാനലിന്റെ പേര് സഹനാസ് ഫുഡ്സ് എന്ന് ആക്കിയിരുന്നത്. അപ്പൊ അത് ആൾക്കാർക്ക് ആദ്യം സഹന ആരാന്ന് ചോദിച്ചിട്ട് പോലും എന്റെ ഫോട്ടോ പോലും കണ്ടിട്ട് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഞാനത് പേര് ചേഞ്ച് ചെയ്തിട്ട് സഹനാസ് കലവറ റീനാസ് കലവറ എന്നൊക്കെ മാറ്റി. ഞാൻ ഹസ്ബൻഡ് ബിസിനസ് ചെയ്യാണ്. സോപ്സിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. 2 പിള്ളേർ. ബ്രൈറ്റ് ഇന്റർനാഷണൽ. കോഴിക്കോട് മാവൂര്. ബികോം ആണ് പഠിച്ചത്. ഇല്ല, അങ്ങോട്ടേ ഇല്ല. കാരണം വെച്ചാല് മാത്സ് കുറച്ച് വീക്കാണ്. അതുകൊണ്ട് ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പൊ ആദ്യം തന്നെ ചെറുതാകുമ്പോ തന്നെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നൊക്കെ കാസർഗോഡ് മറ്റേ നമ്മുടെ കർണാടക ബോർഡർ മഞ്ചേശ്വരത്താണ് ജനിച്ചു വളർന്നൊക്കെ. പപ്പ ആർമിയിലായിരുന്നു, മേജറായിട്ട് റിട്ടയർഡായി. ഇപ്പം 1 year ആയി മരിച്ചിട്ട്. അപ്പം ആദ്യം തന്നെ ഈ കല്യാണ വീടുകളിലൊക്കെ വരുന്ന സമയത്ത് ആദ്യം എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾ വേഗം പോവാ, ഞാനും എന്റെ ബ്രദറും പോവാ. ഈ എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കുന്നത്, അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോയി നോക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബ്രദറും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. ബ്രദറ് പിന്നെ എല്ലാവരും കസിൻസ് എല്ലാവരും മൂന്നോ ഫാമിലിയിൽ തന്നെ 4 ഷെഫുമാരെന്നെ. ഇപ്പൊ കോമ്പറ്റീഷൻ ഫീൽഡ് ആയിരുന്നു ഇത് ഞങ്ങളെ ഇടയിൽ. അവര് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവരിപ്പം നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യും, ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, നീ എന്താ പഠിക്കുന്നത്, നീ പഠിക്കുന്ന വേസ്റ്റ് ആണെന്നൊക്കെ അങ്ങനെ തമാശക്കൂടെങ്കിലും പറയുന്നു. പക്ഷെ എന്തായാലും അവരെക്കാട്ടും ഒരു പടി മുമ്പേ എനിക്ക് ഇപ്പം വീട്ടിലിരുന്നിട്ടെങ്കിലും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളത് വളരെ സന്തോഷം. തീർച്ചയായും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ആദ്യമൊക്കെ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്റെ വീഡിയോ കാണോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മൊബൈൽ വാങ്ങിയായിരുന്നു. ഇപ്പൊ എല്ലാവരും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവരെന്റെ വീഡിയോക്ക്, ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ പുറത്ത് ആൾക്കാർ ഇപ്പൊ അറിയുന്നുണ്ട്. നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ പോലും ആൾക്കാർ നമ്മളെ മനസ്സിലാക്കി വരുന്നുണ്ട്. റീനാസ് കലവറ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവിടെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. വലിയ കമ്പനികൾക്ക് സ്പോൺസർഷിപ്പ് എടുക്കുമ്പോൾ ഭർത്താവിന്റെ ബിസിനസിന്റെ പ്രൊമോഷന് ചാനലിലൂടെ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം അതൊരു വേറൊരു മേഖലയാണ്. അപ്പൊ പുള്ളി അതിന്റെ ആവശ്യം അവിടെ വന്നിട്ടില്ല. എന്റെ ചാനലിൽ കൂടെ ആ ഒരു ബിസിനസ് വളർത്തിയെടുക്കാൻ അതിന്റെ ഒരു ആവശ്യം ഇവിടെ വരാനില്ല. കുഴപ്പമില്ല. 1 millionലേക്ക് അങ്ങനെ ടാർഗറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. നല്ല നല്ല വീഡിയോസ് ചെയ്യുക, ഒരുപാട് ഇതേപോലെ സൗഹൃദം സൃഷ്ടിക്കുക, ഒരുപാട് വീട്ടമ്മമാരെ ട്രെയിൻ ചെയ്യുക. അവരെ സന്തോഷം കാണുമ്പോൾ മനസ്സ് ഭയങ്കര സന്തോഷം. തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വ്ളോഗിങ് ആണ് ഉദ്ദേശിക്കുന്നത്. വ്ളോഗിങ് ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ പുള്ളിയിലൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം, ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതുവരെയായിട്ടും ഹസ്ബൻഡ് ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല. കുറെ ആൾക്കാർ ഇപ്പൊ ചോദിച്ചോണ്ടാണ് എന്താ വരാത്ത. കാരണം ഇൻട്രോ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3 ആഴ്ചയായി. പക്ഷെ അതിനുശേഷം ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പുള്ളിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം എന്നുള്ള ഒരു ഇതാണ്. ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് മടിയുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം നല്ല എല്ലാ 2 വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുമായി സഹകരിച്ചതിന് വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. റിനാസ് കലവറക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ എത്തുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു ചെറിയ ഇന്റർവ്യൂ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് സന്തോഷമായി.